ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പഴയ പ്രഭാവതിയുടെ ഫോട്ടോ കാണുമ്പോൾ പ്രഭാവതി പഴയ ഒരു സംഭവം ഓർക്കുകയാണ്. ഗായത്രി അമ്മ മരിച്ചുപോയ വിഷമത്തിലിരിക്കുന്ന ഗോപിനാഥനെയും വിശാലിനെയും കാണാൻ പ്രഭാവതിയും പ്രതാപനും മക്കളും കൂടെ വരികയാണ് കേട്ടോ. എന്നിട്ട് പറയും, മുഴുകുടിയനായ എൻ്റെ ഭർത്താവും മരിച്ചു, അതുകൊണ്ട് ഞാൻ എൻ്റെ മക്കളെയും കൂട്ടി ഈ നാട്ടിൽ നിന്ന് പോവാണ് സർ. അത് കേൾക്കുന്ന അച്ചമ്മ പറയും, മോള് പോകാൻ വരട്ടെ, മോൾക്ക് നിന്റെ മക്കളെ പോലെ തന്നെ വിശാലിനെയും സ്നേഹിക്കാൻ പറ്റുമോ? അവന് നഷ്ടമായ അവൻ്റെ അമ്മയുടെ സ്നേഹം നീ അവന് കൊടുക്കുവോ? ഇത് കേൾക്കുമ്പോൾ പ്രഭാവതി പറയും, എൻ്റെ കണ്ണിലെ രണ്ട് കൃഷ്ണമണികളായിരിക്കും വിശാലും എൻ്റെ മക്കൾ വിപിനും വിനയും. എൻ്റെ മകനായി തന്നെ ഞാൻ വിശാലിനെ നോക്കിക്കൊള്ളാം. അപ്പോൾ അച്ഛമ്മ ഗോപിനാഥനോട് അഭിപ്രായം ചോദിക്കുകയാണ്. അപ്പോൾ ഗോപിനാഥ് പറയും, അമ്മ എന്താ പറയുന്നത്, അമ്മയുടെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. എൻ്റെ മോനെ ഒരു വിഷമവും ഉണ്ടാവാൻ പാടില്ല, അവൻ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം, എനിക്ക് അത് മാത്രം മതി. അപ്പോൾ പ്രഭാവതി മക്കളെയും കൂട്ടി ഗായത്രിയമ്മയുടെ ഫോട്ടോയ്ക്ക് മുമ്പിൽ പോയി നിന്ന് കൈകൂപ്പി നിന്നുകൊണ്ട് മനസ്സിൽ പറയും, ഞാൻ ജയിച്ചൂടി, നീ ഭിത്തിയിലും തൂങ്ങി. അതാണ് ഈ പ്രഭാവതി. എന്നിട്ട് വിശാലിൻ്റെ അടുത്ത് പോയിട്ട് സ്നേഹം കാണിച്ച് വിശാലിന് ഭക്ഷണമൊക്കെ വാരി കൊടുക്കുകയാണ്. എന്നിട്ട് ഇനി മുതൽ അമ്മ എന്ന് മാത്രം എന്നെ വിളിച്ചാൽ മതിയൊക്കെ എന്ന് പറയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് പ്രഭാവതി വിചാരിക്കുകയാണ്, ആരായിരിക്കും ഈ ഫോട്ടോ ഇവിടെ കൊണ്ടുവച്ചത്, എന്തിനായിരിക്കും ഇത് ഇവിടെ കൊണ്ടുവച്ചത്? ഈ ഫോട്ടോ യാദൃശ്ചികമായി എൻ്റെ മുറിയിൽ വന്നതൊന്നുമല്ല. എൻ്റെ ടേബിളിൽ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് ഇത് കൊണ്ടുവന്ന് വെക്കണമെങ്കിൽ ഇതാരോ മനഃപൂർവ്വം ചെയ്തു തന്നെയാണ്. ആർക്കാണ് ഇത്ര ധൈര്യം എൻ്റെ പഴയകാല ഫോട്ടോ കുത്തിപ്പൊക്കി എൻ്റെ ചരിത്രം കണ്ടുപിടിക്കാൻ? ആരായാലും അവൻ ഈ പ്രഭാവതി കണ്ടെത്തും. ഒരുപക്ഷെ ഇത് വിശാലിൻ്റെ പണിയാണെങ്കിലോ? അവനോട് തന്നെ ആദ്യം ചോദിക്കാം എന്നും പറഞ്ഞ് വിശാലിൻ്റെ റൂമിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ വിശാലെ പ്രഭാവതിയുടെ കയ്യിൽ നിന്ന് ആ ഫോട്ടോ വാങ്ങി നോക്കിയിട്ട് ചോദിക്കും, ഇത് അമ്മയുടെ പഴയ ഫോട്ടോയല്ലേ? ഈ ഫോട്ടോ കണ്ടിട്ടാണോ അമ്മയുടെ മുഖത്ത് ഇത്ര ടെൻഷൻ? എന്താ കാര്യം അമ്മേ? അപ്പോൾ പ്രഭാവതി പറയും, അത് മോന് തോന്നിയതാണ്. ഈ ഫോട്ടോ കണ്ടപ്പോഴേ എനിക്ക് എൻ്റെ പഴയ കാലം ഓർമ്മ വന്നു. അപ്പോൾ വിശാൽ ചോദിക്കും, ഈ ഫോട്ടോ ഇപ്പോൾ എവിടെ നിന്നാണ് അമ്മയ്ക്ക് കിട്ടിയത്? അപ്പോൾ പ്രഭാവതി പറയും, അറിയില്ല, ഈ ഫോട്ടോ എൻ്റെ മുറിയിൽ എങ്ങനെ വന്നുവെന്ന് എനിക്കറിയില്ല മോനെ. അപ്പോൾ വിശാൽ പറയും, അതാണോ കാര്യം? അതോർത്ത് അമ്മ ടെൻഷൻ അടിക്കണ്ട, ഈ ഫോട്ടോ ഞാനാണ് അവിടെ കൊണ്ടുവച്ചത്. ഇത് കേൾക്കുമ്പോൾ പ്രഭാവതി ഒന്ന് ഞെട്ടാണ് കേട്ടോ. എന്നിട്ട് പ്രഭാവതി ചോദിക്കും, 16 വർഷം പഴക്കമുള്ള ഈ ഫോട്ടോ മോൻ എവിടെ നിന്നാണ് കിട്ടിയത്? അപ്പോൾ വിശാൽ പറയും, അത് പഴയ ഫയല് തിരിഞ്ഞ കൂട്ടത്തിൽ കിട്ടിയതാണമ്മേ, അമ്മയ്ക്കൊരു സർപ്രൈസ് തരാമെന്ന് കരുതി. അപ്പോൾ പ്രഭാവതിക്ക് അവിടെ ഗായത്രി നിൽക്കുന്ന പോലെ തോന്നാണ് കേട്ടോ. അപ്പോൾ പ്രഭാവതി പേടിച്ചിട്ട് നിലവിളിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ വിശാൽ ചോദിക്കും, എന്തു പറ്റി അമ്മേ? അപ്പോൾ പ്രഭാവതി പറയും, അതുപോലെ ഈ ഫോട്ടോ എടുത്ത ദിവസമാണ് വിപിൻ്റെയും വിനയുടെയും അച്ഛൻ മരിച്ചത്. ആ ആക്സിഡന്റ് ദൃശ്യം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നു. എന്നിട്ട് പ്രഭാവതി ആ ഫോട്ടോയും കൊണ്ട് റൂമിൻ്റെ പുറത്തേക്ക് പോവാണ് കേട്ടോ. എന്നിട്ട് മനസ്സിൽ പറയും, അവൻ്റെ നോട്ടത്തിലും സംസാരത്തിലും ഒരു കുറ്റാന്വേഷകൻ്റെ ഭാവമുണ്ട്. എൻ്റെ മുമ്പിൽ ഓച്ചാനിച്ചു നിന്ന പഴയ വിശാലല്ല അവനിപ്പോൾ. അവനിൽ എന്തൊക്കെയോ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ ഡ്രാമ അവൻ ഇനിയും എന്നോട് കാണിച്ചാൽ അവൻ്റെ ഇനിയുള്ള ജീവിതം ആ ഗായത്രിക്കൊപ്പം ആയിരിക്കും പരലോകത്തിൽ എന്ന് പറഞ്ഞിട്ട് പ്രഭാവതി അവിടെ നിന്ന് പോവുകയാണ്. അതേസമയം പല്ലവി വിപിനെ ഫോൺ വിളിച്ചിട്ട് 2-3 ദിവസത്തിനുള്ളിൽ ഞാൻ അവിടേക്ക് വരുന്നുണ്ട് എന്നും എന്നെ പിക്ക് ചെയ്യാൻ സാറ് തന്നെ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. അതേസമയം ജാസ്മിൻ വിചാരിക്കുകയാണ്, പാർവതി എനിക്ക് ഒരു വലിയ തലവേദനയാണ്. നീ കാരണം എനിക്ക് വിശാലിനെ വളയ്ക്കാൻ പോലും പറ്റുന്നില്ല. നീ എൻ്റെ മുമ്പിൽ കിടന്ന് വിശാലുമായിട്ട് റൊമാൻസ് കളിക്കുകയാണ്. ഭിത്തിയിൽ ആണി അടിച്ചുകൊണ്ടുള്ള നിന്റെ റൊമാൻസെ എനിക്ക് മറക്കാനേ പറ്റുന്നില്ല. അന്നേരം തന്നെ ഞാൻ വിചാരിച്ചതാണ് നിനക്ക് ആണിയിലൊരു പണി തരണമെന്ന്. നിന്നെ ഇവിടെ നിന്ന് തുരത്താതെ എനിക്ക് വിശാലുമായിട്ട് അടുക്കാൻ കഴിയില്ല, അതെനിക്ക് നന്നായിട്ടറിയാം. ഈ ആണി നിനക്കും വിശാലുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പഞ്ചറാക്കിക്കോളും. എന്നിട്ട് ആ ആണി അവിടെ കിടക്കുന്ന കാർപ്പറ്റിൻ്റെ അടിയിൽ കുത്തിക്കയറ്റി വയ്ക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ശേഖരൻ അവിടെ നിൽക്കുന്നത് ജാസ്മിൻ കാണുന്നത്. അയാളെ കണ്ടതും ജാസ്മിൻ ആദ്യം ഒന്ന് ഞെട്ടുകയാണ് കേട്ടോ. പിന്നെ വിചാരിക്കും, ഞാൻ എന്തിനാ ഇപ്പോൾ ഇയാളെ കണ്ട് ഷോക്കാവുന്നത്? ഇയാളൊരു അന്ധനല്ലേ, ആവശ്യമില്ലാതെ പേടിച്ചു എന്നും പറഞ്ഞ് ശേഖരൻ്റെ അടുത്ത് പോയിട്ട് ചോദിക്കും, നിങ്ങളിപ്പോൾ എന്തിനാ ഇവിടെ കിടന്ന് കറങ്ങുന്നത്? ആ റൂമിലെങ്ങാനും പോയി ഇരുന്നാൽ പോരെ, ശല്യം. അപ്പോൾ ശേഖരൻ പറയും, പാർവതി മോൾ ഇവിടെ പൂജയുണ്ടെന്ന് പറഞ്ഞു. ആരതി ഒഴിയുന്ന സമയത്ത് ഇവിടെ ഉണ്ടാകണമെന്ന് പ്രത്യേകം പറഞ്ഞതാണ്. അതാണ് ഈ സമയത്ത് ഇവിടേക്ക് ഞാൻ വന്നത്. അപ്പോഴാണ് അവിടേക്ക് പ്രതാപനും സുശീലയും പ്രഭാവതിയും കൂടെ വരുന്നത് കേട്ടോ. അപ്പോൾ പ്രതാപൻ പറയും, ചന്ദ്രൻ സാറിൻ്റെ തള്ളിനെ ഒരു കുറവുമില്ല അല്ലേ? തട്ടാൻ വന്നതല്ലേ നിങ്ങൾ? ഫുഡ് അടിക്കാൻ വേണ്ടിയല്ലേ നിങ്ങളുടെ ഈ വർത്തമാനമൊക്കെ? അപ്പോൾ സുശീല ശേഖരനോട് പറയും, എന്നാലേ ഞാൻ ഫ്രീ ആയിട്ട് നിങ്ങൾക്കൊരു അഡ്വൈസ് തരാം. അടുത്ത ജന്മമെങ്കിലും കാഴ്ചയുള്ളവനായി ജനിക്കണേ എന്ന് ഈ സമയത്ത് പ്രാർത്ഥിച്ചോ, അത് ഫലിക്കും. ഇത് കേട്ടുകൊണ്ടുവരുന്ന രാധിക പറയും, കണ്ണു കാണാൻ വയ്യാത്ത ഈ പാവ മനുഷ്യനെ ഇങ്ങനെ പരിഹസിക്കരുത് സുശീലേ,
ദേവകോപം കിട്ടും. അപ്പോൾ പ്രഭാവതി ചോദിക്കും, ഇയാളെ സുശീല എങ്ങനെ പരിഹസിച്ചു എന്നാണ് രാധിക പറയുന്നത്? ഇയാൾക്ക് നല്ല അഡ്വൈസ് അല്ലേ സുശീല കൊടുത്തത്? കുറ്റം പറയുന്നവർക്ക് എന്ത് ചെയ്താലും കുറ്റമായിട്ട് തന്നെ തോന്നും. ഇവരുടെ ഈ ബഹളം കേട്ടുകൊണ്ട് മുകളിൽ നിന്ന് വിശാൽ വരികയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ വിശാൽ ചോദിക്കും, എന്താ ഇവിടെ ഒരു ബഹളം? പാർവതി പൂജ ചെയ്യുകയല്ലേ, ഈ സമയത്തെങ്കിലും എല്ലാവർക്കും ഒന്ന് ശാന്തമായി ഇരുന്നുകൂടെ? അപ്പോഴേക്കും പാർവതി പൂജയെല്ലാം കഴിഞ്ഞ് ആരതി തട്ടുമായിട്ട് പൂജാറൂമിൽ നിന്ന് വരികയാണ് കേട്ടോ. എന്നിട്ട് ആദ്യം ആരതി കൊണ്ടിട്ട് രാധികയുടെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ രാധിക പാർവതിയോട് പറയും, നീ ഈ വീട്ടിലേക്ക് മരുമകളായി വന്നതിന് ശേഷമാണ് ഈ വീട് ഒരു കോവിലായി മാറിയത്. ഈ വീട്ടിലെ ഇരുട്ടെല്ലാം മാറ്റി വെളിച്ചം കൊണ്ടുവന്നത് നീയാണ് മോളെ. അതൊക്കെ ഇല്ലാതാക്കാനാണ് ഇവിടെ ചിലരുടെ ശ്രമം. രാധികയെ പറയുന്നതൊന്നും സുശീലയ്ക്കും പ്രഭാവതിക്കൊന്നും അത്ര ഇഷ്ടാവുന്നില്ല കേട്ടോ. അതേസമയം ജാസ്മിൻ ആണി വെച്ച സ്ഥലത്തേക്ക് നീങ്ങി നിൽക്കുകയാണ്. ആരതിയുമായിട്ട് പാർവതി ജാസ്മിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ആണി പാർവതിയുടെ കാലിൽ തന്നെ കയറാനാണ് ജാസ്മിൻ അങ്ങനെ ചെയ്തോ. അങ്ങനെയാണ് ആ എപ്പിസോഡ് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് നിന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.